Okay, good afternoon, all of you. All of you mark the attendance. Good afternoon, Miss. Good afternoon. Okay. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? ആ ലെസൺ കംപ്ലീറ്റ് ആയില്ല അല്ലെ? കുറച്ചുകൂടി ഉണ്ട് പഠിക്കാൻ അല്ലെ? അതായത് നമ്മുടെ ഗുരുവചനം തിരുവചനം എന്ന പാഠത്തിൽ ലാസ്റ്റ് കുറച്ചുണ്ടല്ലേ? ഓക്കെ. മൂന്നാമത്തെ ഗുരുവചനം തിരുവചനം എന്ന പാഠത്തിൽ, അതായത് പേജ് നമ്പർ 16. ഓക്കെ. അതിൽ നമ്മള് എവിടെ വരെ പഠിച്ചു എന്നറിയോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തായിരുന്നു ആ കഥ? മിസ്സേ, ഇനി എടുക്കേണ്ടത് ഓക്കെ. നമ്മള് എന്താണത്? അതാണ് അവിടുന്ന് മുതൽ അങ്ങോട്ടാണ് നമുക്കിത് പറയാനുള്ളത് അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, മിസ് ഒന്ന് അവിടെ വരെ ഒന്ന് വായിക്കാം. അതിനുശേഷം നമ്മൾ ഏകദേശം ഒന്ന് കഥ പറയാം. അതിനുശേഷം ഞാൻ ബാക്കി ഭാഗങ്ങൾ എടുക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഗുരുവചനം തിരുവചനം എന്ന് പറഞ്ഞു അല്ലെ? അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഗുരുവിന് തന്നെ ഏറെ സ്നേഹിക്കുന്നതായിരുന്നു ഗുരു. പക്ഷെ അത് സുകുമാരന് മനസ്സിലായില്ല. തന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ശകാരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിനോട് ദേഷ്യം തോന്നി അല്ലെ സുകുമാരൻ. അങ്ങനെയാണ് തട്ടം പുറത്തവൻ ആരും കാണാതെ കയറി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഗുരു അകത്ത് കയറി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ വലിയ കല്ലെടുത്ത് താഴെയില്ല എന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ ഗുരുവിന്റെയും ഭാര്യയുടെയും സംസാരം അവൻ വിചാരിച്ചതുപോലെ ആയിട്ടില്ല അല്ലെ? അപ്പോ അവനോട് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിലായിരുന്നു അല്ലെ? അപ്പൊ അവൻ എങ്ങനെയാണ് നന്നാക്കി എടുക്കുക എന്നൊരു ഇതാണ് അവർക്ക് ഗുരുവിന് ഉണ്ടായിരുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത്? അവൻ മിണ്ടാതെ ഇരിക്കുന്നത്, എല്ലാവരും പുറത്ത് പോകുന്നത് അല്ലെ? അതാണ് പറഞ്ഞത്. അപ്പോ ആ ഒരു പാരഗ്രാഫ് മിസ് വായിക്കാം. നമ്മൾ വായിച്ചിരുന്നത്, ഈ സംഭാഷണം കേട്ട് തട്ടിന് മുകളിൽ നിന്ന് സുകുമാരൻ ഞെട്ടി. അതായത് 15ാമത്തെ പേജിൽ ഞാൻ വായിക്കുന്നു. അവന്റെ കൈകാലുകൾ വിറച്ചു. ശ്വാസം പോലും പെട്ടെന്ന് നിന്നു പോയതുപോലെ തോന്നിയല്ലേ? ഗുരുവിന്റെ മനസ്സിലുള്ളത് കേട്ടപ്പോഴേ ശ്വാസം പോലും നിന്നു പോകുന്നത് പോലെ തോന്നി. തന്നെ പ്രാണന് തുല്യം, പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ അല്ലെ? ജീവന് തുല്യം സ്നേഹിക്കുന്ന ഗുരു, തന്നെ ഊതിക്കാച്ചിയ പൊന്നാക്കി മാറ്റാൻ പാടുപെടുന്ന ഗുരു. ഈ ഗുരുവിനെയാണോ താൻ ദയനീയമായി അല്ലെ? ദയനീയമായി കൊല്ലാൻ ശ്രമിച്ചത്? താൻ ഒരു മഹാപാവിയാണ് അല്ലെ? മഹാപാവി. പാവി പറഞ്ഞാ ഇത് ചെയ്താണ് അല്ലെ? പാപം ചെയ്താണ്. താനൊരു മഹാപാവിയാണ്, ഗുരുദ്രോഹിയാണ്, ഗുരുവിനെ ദ്രോഹിക്കുന്നതാണ്. പിന്നെയോ തേനും പാലും നൽകുന്ന കയ്യിൽ കൊത്താനൊങ്ങിയ സർപ്പമാണ്. ഇതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അണ പൊട്ടിയൊഴു അല്ലെ? ആലോചിച്ച് അവന്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊട്ടിയൊഴു. അവനെന്താ? വെള്ളം. ഗുരുവും ഗുരുപത്നിയും ഉറക്കമായപ്പോൾ സുകുമാരൻ കയ്യിലുള്ള പാറക്കല്ലുമായി ശബ്ദമുണ്ടാക്കാതെ പുറത്തു കടന്നു. പക്ഷെ അന്ന് രാത്രി സുകുമാരന് ഉറങ്ങാൻ കഴിയില്ല അല്ലെ? ഇത് ആലോചിച്ചിരുന്നുകൊണ്ട് അന്ന് രാത്രി അവനെ ഉറങ്ങാൻ കഴിയില്ല. പിറ്റേന്ന് അതിരാവിലെ പറഞ്ഞ എന്താണ്? ഏർലി മോർണിംഗ് അല്ലെ? പുലർച്ചെ അവൻ ഗുരുവിന്റെ സന്നിധിയിൽ പറഞ്ഞ ഗുരുവിന്റെ അടുത്തല്ലേ? ഗുരുവിന്റെ ഭവനത്തിൽ. സുകുമാരൻ വിനയപൂർവ്വം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് അങ്ങയോട് ഒരു പ്രധാന കാര്യം ചോദിച്ചറിയാം. എന്താണത് എന്ന് ചോദിച്ചു അല്ലെ ഗുരു. തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതല്ലേ? ദാരുണമായി കൊല്ലാൻ ശ്രമിച്ച ഒരു ശിഷ്യന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഗുരുവിന് ചോദിച്ചു. സുകുമാരൻ ഗുരുമുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെയുള്ള ഒരു ശിഷ്യൻ ഉമിത്തിയിൽ നീറി മരിക്കുകയാണ് വേണ്ടത്. ഗുരു മറുപടി പറഞ്ഞു അല്ലെ? ഗുരുവിനെ അറിയില്ല ഇവനാണ് ചെയ്തത്. അപ്പോ ഗുരു പറഞ്ഞു, അങ്ങനെയുള്ള ശിഷ്യൻ എന്ത് ചെയ്യണം? ഉമിത്തിയില് നീറി മരിക്കണം അല്ലെ? പെട്ടെന്ന് കത്തൂല ഒന്നും. അതുകൊണ്ടാണ് പറഞ്ഞത് അന്ന് നീറി മരിക്കണം അല്ലെ? താമസിയാതെ സുകുമാരൻ പറയോ? ഓക്കെ, കേൾക്കുന്നില്ല? ചെറുങ്ങനെ കേൾക്കുന്നില്ല. ഓക്കെ, മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പൊ
അപ്പോ താമസിയ സുകുമാരൻ ഒരു വലിയ കുഴി കുഴിച്ച് അതിലിറങ്ങി നിന്നു. പിന്നെ കഴുത്തറ്റം വരെ ഉമിയിട്ട് മൂടി. എന്നിട്ട് ആ ഉമിക്ക് തീ കൊളുത്തിയല്ലേ. പിന്നെ എന്ത് ചെയ്തു? സുകുമാരൻ ഒരു വലിയ കുഴി കുത്തി അതിൽ കഴുത്തറ്റം വരെ ഉമിയിട്ട് മൂടിയിട്ട് എന്ത് ചെയ്തു? തീ കൊടുത്തു അല്ലെ. തന്റെ ഉത്തമനായ ശിഷ്യനായ സുകുമാരനാണ് ഇപ്രകാരം തെറ്റ് ചെയ്തതെന്നാണ് ഗുരുവിന്റെ ഹൃദയം മുങ്ങിപ്പൊട്ടി. കുമിത്തിയിൽ നിന്ന് സുകുമാരനെ രക്ഷിക്കാൻ അദ്ദേഹം പല ഉപദേശങ്ങളും നൽകിയെങ്കിലും സുകുമാരൻ അതിനെ അണുവിട പോലും പിന്മാറാൻ തയ്യാറായില്ല അല്ലെ. അവന് കുറ്റബോധമായി. അതുകൊണ്ട് തന്നെ അണുവിട പോലും മാത്ര പോലും അദ്ദേഹം പിന്തിരിയാൻ തയ്യാറായില്ല അല്ലെ. ആ ഉമിത്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്വയം നിർമ്മിച്ചു പാടിയതാണത്രേ ശ്രീകൃഷ്ണ വിലാസം കാവ്യം. എന്നാൽ ആ കാവ്യം പൂർത്തിയാക്കാൻ സുകുമാര കവിക്ക് കഴിഞ്ഞില്ല അല്ലെ. കാവ്യം എഴുതുകയായിരുന്നു ചെയ്തത്, പക്ഷെ ആ കാവ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്തുകൊണ്ടാ ഇത്? അടുത്തല്ലാതാ പറഞ്ഞത് 12ാമത്തെ സർഗത്തിലെ 62ാമത്തെ ശ്ലോകം പാടുമ്പോഴേക്കും ഉമിത്തി പടർന്നു കയറി. അതോടെ അദ്ദേഹത്തിന്റെ നാവ് വെന്തുപോയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പ്രതിഭാശാലിയായിരുന്ന സുകുമാര കവിയുടെ ശബ്ദം എന്നേക്കുമായി എങ്കിലും ഗുരുഭക്തിയുടെ ഒരു വലിയ പ്രതീകമായി അദ്ദേഹം ജീവിക്കുന്നു അല്ലെ. മനുഷ്യ മനസ്സുകളില് ഇത്രയും ഗുരുവിനോട് പ്രിയമുള്ളവര്, ഭക്തിയുള്ളവര് ഏത് ശിഷ്യനുണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീകമായി അദ്ദേഹം മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്നു അല്ലെ. അതാണ് ആ പാഠം. അപ്പൊ പാഠഭാഗം ക്ലിയർ ആയോ മക്കളെ? നെക്സ്റ്റ് താഴെ ഓർമ്മിക്കാൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. നോക്കിപ്പോ എന്താ പറയുന്നത്? അറിവിൻ ചെപ്പു തുറന്നു തരുന്നു അരികോടെന്നും ഗുരുനാഥൻ, അക്ഷരവിദ്യ പഠിപ്പിക്കുന്നു നിത്യം നമ്മളെ ഗുരുനാഥൻ, സത്യത്തിന്റെ വഴിത്താരകളിൽ നമ്മെ നയിപ്പൂ ഗുരുനാഥൻ, വിജയകിരീടം ചൂടിക്കുന്നു നമ്മളെ എന്നും ഗുരുനാഥൻ. ഗുരുനാഥൻ ആരാ ഈ ഗുരുനാഥൻ? നമ്മൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു ഗുരുവിന്റെ വചനം. അപ്പൊ ഗുരുനാഥൻ ആരാ? അറിവ് പകർന്നു തരുന്ന ആളല്ലേ. അധ്യാപകൻ അല്ലെ, അങ്ങനെയൊക്കെ പറയാം. ഗുരു ഒക്കെ പറയും. അറിവിൻ ചെപ്പ് തുറന്നു തരുന്നു അലിവോടെന്നും ഗുരുനാഥൻ അല്ലേ. അലിവ് സ്നേഹത്തോടെ ആണ് അറിവിന്റെ ചെപ്പ് തുറന്നു തരുന്നത്. അറിവിന്റെ ചെപ്പിൽ എങ്ങനെയാ ഉണ്ടാവുക? നമ്മൾ കുങ്കുമ ചെപ്പ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് കുങ്കുമം ഉണ്ടാവും അല്ലെ. ഇങ്ങനല്ലേ. അപ്പൊ അറിവിൻ ചെപ്പ് ഒരു വലിയ അറിവിന്റെ ശേഖരമാണ് തുറന്നു തരുന്നത്. പിന്നെയോ അതെങ്ങനെയാ തരുന്നത്? ഈ അലിവോടെ, സ്നേഹത്തോടെ അല്ലെ. അലിവോടെന്നും അക്ഷരവിദ്യ പഠിപ്പിക്കുന്നു നിത്യം നമ്മളെ ഗുരുനാഥൻ. അക്ഷരവിദ്യ, അക്ഷരങ്ങളിലൂടെയുള്ള അറിവ് പകർന്നു തരുന്നു ആര്? ഗുരുനാഥൻ. അലിവോടെ എന്നും അത് പറഞ്ഞു. നിത്യം നമ്മുടെ ഗുരുനാഥൻ, നിത്യം എല്ലാ ദിവസവും പറഞ്ഞു തരുന്നു അല്ലെ. സത്യത്തിന്റെ വഴിത്താരകളിൽ നമ്മെ നയിപ്പൂ ഗുരുനാഥൻ. സത്യത്തിന്റെ വഴിത്താരകളിലേക്കാണ് കുട്ടികളെ നയിക്കുന്നത് അല്ലെ. തെറ്റിലേക്ക് പോകരുത്. സത്യത്തിന്റെ നന്മയുടെ പാതയിലൂടെ ആരെ കുട്ടികളെ നീങ്ങുന്നത് അല്ലെ. അതിനാണ് ഗുരുനാഥന്മാർ പറഞ്ഞത്. നെക്സ്റ്റ് എന്താ? വിജയകിരീടം ചൂടിക്കുന്നു നമ്മളെ എന്നും ഗുരുനാഥൻ. എന്താ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞത്? വിജയകിരീടം, വിജയത്തിന്റെ കിരീടം നമുക്ക് ചൂടിത്തരുന്നു ആരെ? അതായത് വിജയത്തിലേക്ക് എത്താനുള്ള വഴികളാണ് നമുക്ക് തുറന്നു തരുന്നത് ഓരോ അധ്യാപകന്മാരും. അപ്പൊ അതാണ് പറഞ്ഞത്. വിജയകിരീടം ചൂടിക്കുന്നു നമ്മളെ എന്നും ഗുരുനാഥൻ അല്ലെ. അപ്പൊ ഗുരുനാഥന്മാർ എപ്പോഴും നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളും. അപ്പൊ നിങ്ങളുടെ നന്മയ്ക്ക് മാത്രമാണ് അവർ പലതും പറയും പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ സൗകര്യക്കേടാക്കുന്ന അച്ഛനമ്മമാരുണ്ടാവും വീട്ടിൽ അല്ലെ. പഠിക്ക് 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 എന്നൊക്കെ പറയും. എന്ത് പറയും? TV കാണാൻ ഒന്ന് TV തുറന്നു, അപ്പൊ പറയും ഇന്ന് പഠിച്ച് ആ നോട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയത് പറയും അല്ലെ. യെസ്, എന്തിനിങ്ങനെ കയ്യാക്കി, ഇത് കറക്റ്റ് ആണ് പറഞ്ഞത് അല്ലെ. ഓക്കെ. അതുപോലെ എന്തിനും കളിക്കാൻ കുറച്ചു നേരം പോയച്ചു, അപ്പോൾ പറയും എന്ത് പറയും? ഒന്ന് പോയി പഠിക്കും മോനെ, നീ അത് എത്രയാ പഠിക്കാൻ നോക്കിയേ, അവനൊന്നും പഠിക്കില്ല. വരുന്നവരോട് പോകുന്നവരോടൊക്കെ ഇത് പറയൂ അല്ലെ. എന്തുകൊണ്ടാ? ആ അച്ഛനും അമ്മയ്ക്കും നിങ്ങളോടുള്ള ആദിയും വേവലാദിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗുരുനാഥന്മാരും എന്ത് പറയും? അധ്യാപകന്മാര് നിങ്ങൾ അത് എഴുതിയെടുക്കണം, പഠിക്കണം, എഴുതിയെടുക്കണം, പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. എവിടെ നോക്കിയാലും പഠിക്കണം പഠിക്കണം ഒറ്റൊരു വിധമില്ല.
എന്തുകൊണ്ടാ അത് പറയുന്നത് നിങ്ങള് അതാ ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ വിജയകിരീടം ചൂടിൽ വരാൻ വേണ്ടി അല്ലെ? നിങ്ങള് വിജയത്തിന്റെ അതിലും വിജയ കിരീടം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കിരീടം കിട്ടുക രാജാക്കന്മാർക്കാണ് അല്ലെ? അതായത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനു വേണ്ടിയാണ് അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യും, മോശം കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ? നിങ്ങളുടെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി. അതായത് വിജയ കിരീടം ചൂടാൻ മതി, നന്മയിലൂടെ പോയിട്ട് വിജയം കൈവരിക്കണം അല്ലെ? അതാണ് വേണ്ടത്. അതാണ് നമ്മളോട് ഇതിന് പറഞ്ഞത്. എന്താണ് ഇതിൽ ഗുരുവിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അച്ഛനമ്മമാരെയും ഞാൻ ഇതിൽ കൂട്ടുകയാണ്. എന്തുകൊണ്ടാ? അവരും നിങ്ങളുടെ നല്ലത് മാത്രം ഉദ്ദേശിച്ചാണ് എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാൻ പാടില്ല എന്ത് ഈ അച്ഛന് എന്നോട് ഒരു ഇഷ്ടമില്ല, അപ്പൊ എനിക്ക് സ്വയം തരില്ല എന്ന് പറയുന്ന മക്കളുണ്ടല്ലേ? എപ്പോഴും പഠിക്കുക അല്ലെങ്കിൽ അമ്മേനാ ഈ അമ്മയാണ് ഒറ്റ ലേശം നമുക്ക് സൗകര്യം തരാത്ത ആള് പറയും. അതെന്തുകൊണ്ടാ? ഈ അമ്മ പഠിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാ പറയുന്നത്? നിങ്ങൾ നല്ല കുട്ടികളാവാൻ വേണ്ടി മാത്രമാണ് എന്നാണ് ഇന്ന് മിസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അവിടെ ഗുരുക്കളോടും അച്ഛനമ്മമാരോടും ഒക്കെ നിങ്ങൾക്ക് കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാൻ പാടില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ ശകാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് ആ ബോധം ഉണ്ടാവണേ മുന്നോട്ടുള്ള യാത്രയിൽ. അതാണ് നമ്മുടെ ഈ പാഠം. നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഗുണപാഠം അല്ലെ? മോറൽ. ആ മോറൽ സ്റ്റോറി ഇതാണ്. എന്ത്? നമ്മള് ആര് നമ്മളെ ശകാരിക്കുമ്പോഴും അവര് നമ്മളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് നമ്മളെ ശകാരിക്കുന്നത്. പക്ഷെ അവരോട് പകയോ വെറുപ്പോ ഉണ്ടാവുമല്ല എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുക അല്ലെ? ഓക്കെ, അപ്പോ ഇനി അർത്ഥം. അടുത്തെന്താ? പദങ്ങളുടെ അർത്ഥം പഠിക്കാന്നുണ്ട്. അപ്പൊ അതില് പത്നി അറിയോ? ഭാര്യയാണ് അല്ലെ പത്നി. നെക്സ്റ്റ് തക്കം, ആ സമയം അല്ലെങ്കിൽ തക്കം നോക്കി നിൽക്കുക, സമയം നോക്കി നിൽക്കുക, സന്ദർഭം നോക്കി നിൽക്കുക. സന്ദർഭം. നെക്സ്റ്റ് കരുണ, ചെവി ഓർക്കുക. എന്താണ്? നമ്മൾ ചെവി ഓർത്ത് ഓടിച്ചു എന്താ പറയാ? ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്താണ് അടുത്തത്? കഥ കഴിക്കുക. അല്ല, ഗൃഹം വീട്. കഥ കഴിക്കുക. കൊല്ലുക. ചെവി വട്ടം പിടിക്കുക. നല്ലപോലെ ശ്രദ്ധിക്കുക. വിശിഷ്ടം, മേന്മയേറിയത്. സന്നിധി, ഗുരു സന്നിധി, ഗുരുവിന്റെ സമീപത്തൊന്നുമില്ല പറഞ്ഞു അല്ലെ നമ്മള്. അണുവിട, പ്രതിഭാശാലി, സങ്കല്പശേഷിയുള്ള ആൾ. പ്രതീകം, പ്രതിരൂപം, അടയാളം. ഓക്കെ, ഓപ്പോസിറ്റ് വരെ അടുത്തത് വിപരീത പദം. ബലം, ദുർബലം, അഭിമാനം, അപമാനം. രണ്ടെണ്ണേ ഉള്ളൂ, ഓർത്തു വെക്കുക. എന്തൊക്കെയാ? ബലം, ദുർബലം, അഭിമാനം, അപമാനം. നെക്സ്റ്റ് ചേർത്ത് എഴുതുക. എന്നിട്ട് അവിടെ ഫില്ല് ചെയ്തോ, മിസ് പറഞ്ഞുതരാം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പാറ അധികം കല്ല്. എന്താണ്? പാറക്കല്ല്. ഓക്കെ, നെക്സ്റ്റ് മേൽ പ്ലസ് കൂര, മേൽക്കൂര. അതുപോലെ ഇക്ക അവിടെ കായിരിക്കും. മേൽ കൂര ഇക്ക എഴുതണം, അതിന് നേരെ എഴുതിക്കോ ഹൈഫൺ. നെക്സ്റ്റ് ഓരോന്ന് പ്ലസ് അങ്ങനെ. എങ്ങനെയാ? ഓരോന്നങ്ങനെ. ഓരോന്നങ്ങനെ. ചന്ദ്രക്കല ഒഴിവാവും, ആ പോവും. ഓക്കെ, ഓരോന്നങ്ങനെ. നെക്സ്റ്റ് കഴുത്ത് അധികം അറ്റം. എന്താണ്? കഴുത്തറ്റം. ചന്ദ്രക്കല വേണ്ട കേട്ടോ, കഴുത്ത് എഴുതാൻ പാടില്ല, കഴുത്തറ്റം. ഏഞ്ചൽ എഴുതുന്നില്ലേ? ഏഞ്ചൽ ഇപ്പൊ തന്നെ എഴുതണോ? ഇവിടെ ശ്രദ്ധിക്കോ എല്ലാരും, മ്യൂട്ടാക്കെ. ഓക്കെ, മേൽക്കൂര അതറിയോ? അറിയോ?
മേൽ ഓക്കെ ഇങ്ങനെ ആയിപ്പോയി അല്ലേരാ ഓക്കെ മേൽക്കൂര നെക്സ്റ്റ് എന്താണ് ഓരോന്ന് പ്ലസ് അങ്ങനെ ഓരോന്ന് അങ്ങനെ ഓരോന്നങ്ങനെ ഓരോന്നങ്ങനെ നെക്സ്റ്റ് കഴുത്ത് പ്ലസ് അറ്റം കഴുത്തറ്റം എഴുതുക ചന്ദ്രക്കല പോയി എഴുതുക കഴുത്തറ്റം ഓക്കെ ഇത്രയാണ് വരുന്നത് കഴുത്തറ്റം എഴുതിയോ യെസ് അവൻ എഴുതി റിവൈസ് റിവൈസ് എഴുതിയെടുത്തോ ഫിനിഷ് ഓക്കെ ഇപ്പൊ എല്ലാവരും എഴുതിയില്ലേ അതിൽ എഴുതിയില്ലേ മോനെ ഓക്കെ നെക്സ്റ്റ് ജോസി അപ്പൊ തന്നെ എഴുതിയെടുക്കണേ പിന്നീടേക്ക് വെക്കണ്ട എഴുതിയോ ഷഹാന ഷിസ ഷിസ എഴുതിയോ യെസ് നെക്സ്റ്റ് പര്യായ പദങ്ങളാണ് മ്ലാനം എന്താണ് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് നിന്റെ മുഖം എന്താണ് ഒരു മ്ലാനത അല്ലെ ഒരു മ്ലാനമായിരിക്കുന്നത് എനിക്ക് എന്താ ഒരു ഉഷാറില്ലാത്തതെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ മ്ലാനം എന്ന് പറഞ്ഞാൽ വാട്ടം ക്ലാന്തി പിന്നെ നെക്സ്റ്റ് വരുന്നത് സർപ്പം എന്താണ് അപ്പൊ ഇന്ന് തന്നെ ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക നാളേക്ക് വെക്കരുത് എല്ലാവരോടും പറയുന്നത് ജോസി കേട്ടോ ജോസി നാളേക്ക് വെക്കരുത് ഇന്ന് തന്നെ എഴുതിയെടുക്കണം പാഠം 3 ഗുരുവചനം തിരുവചനം നേടി അതിന്റെ അർത്ഥം എഴുതണം ഇന്ന് തന്നെ എഴുതണം നെക്സ്റ്റ് അർത്ഥം മാത്രമല്ല അർത്ഥം വിപരീത പദം ചേർത്ത് എഴുതുക പര്യായ പദം ഓക്കെ നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കുക ഞാൻ എഴുതി കാണിച്ചത് തൊട്ടതിനും പിടിച്ചതിനും എത്ര ഉണ്ട് കഥ കഴിക്കുക ചെവി ഓർക്കുക ചെവി വട്ടം പിടിക്കുക ഊതിക്കാച്ചിയ പൊന്ന് ജീവന് തുല്യം അണുവിട പ്രതീകം ഇത്രയും അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയോ നോക്കട്ടെ സുകുമാരൻ എവിടെയാണ് വലിഞ്ഞു കയറിയിരുന്നത് എവിടെയാണ് ഞാൻ ചോദിക്കുന്നവർ മാത്രം പറഞ്ഞത് എവിടെയാണ് ഷിസ സുകുമാരൻ എവിടെയാണ് വലിഞ്ഞു കയറിയിരുന്നത് സുകുമാരൻ എവിടെയാണ് വലിഞ്ഞു കയറിയിരുന്നത് ഷിസ എവിടെയാണ് ഈ കഥ എത്ര വായിച്ച് പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് സുകുമാരൻ എവിടെയാണ് വലിഞ്ഞു കയറിയിരുന്നത് എന്താണ് ഷിസ അറിയോ പറഞ്ഞോ അല്ല ഷിസ പറഞ്ഞോ ടെക്സ്റ്റ് വായിച്ചോ ഷിസ എന്നാ പറ ആൻസർ പറഞ്ഞേ അതിന്റെ ഫസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞു എവിടെയാണ് വലിഞ്ഞു കയറിയിരുന്നത് സുകുമാരൻ നെക്സ്റ്റ് ആരാ അടുത്ത എന്നോട് ആരാ അറിയില്ലല്ലോ ഷിസക്ക് അറിയില്ലല്ലോ ഷിസ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണം പറഞ്ഞോ മുഹമ്മദ് റുവൈസ് എവിടെയാണ് റുവൈസേ സുകുമാരൻ വലിഞ്ഞു കയറുന്നത് ദൈവമേ ഇത് രാമായണം മുഴുവൻ വായിച്ചു രാമനും സീതയും തമ്മിൽ ആരാണെന്ന് ചോദിച്ചപ്പോ അറിയാത്ത പോലത്തെ അവസ്ഥയായി നിങ്ങൾക്ക് പാഠം മനസ്സിലായിട്ടില്ലേ മക്കളെ യെസ് കുറെ പേർക്ക് നല്ലതുപോലെ മനസ്സിലായി ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടോ റുവൈസേ ഹിസ
കഴിഞ്ഞ ക്ലാസ് ഞാൻ 2-3 തവണ വായിച്ചൊരു ഓഡിയോ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്ന എന്തിനാ മക്കളെ? ചെറിയ അതൊന്ന് ജസ്റ്റ് വായിച്ചാലേ കിട്ടുന്ന ഒരു ഉത്തരാണ്. സുകുമാരൻ എവിടെയായിരുന്നു? അപ്പർ വോയിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുൽ പറഞ്ഞു മോനെ. ഗുരുവിന്റെ തട്ടിൻ പുറത്തായിരുന്നു സുകുമാരൻ വലിഞ്ഞു കയറിയിരുന്നത്. എന്തിന്? ഗുരുവിനെ കൊല്ലാൻ വേണ്ടി. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അതല്ലേ, തട്ടിൻ പുറത്ത് ഗുരുവിന്റെ അല്ലേ, ഗുരുവിന്റെ തട്ടിൻ പുറത്തായിരുന്നു സുകുമാരൻ വലിഞ്ഞു കയറിയിരുന്നത് അല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സുകുമാരൻ? ശ്രദ്ധിക്കണം, ആൻസർ പറയുന്നു. എന്തായിരുന്നു സുകുമാരന്റെ ഉദ്ദേശം? എന്തായിരുന്നു സുകുമാരന്റെ ഉദ്ദേശം ജോസി? സുകുമാരൻ ഗുരുവിനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് തട്ടിൻപുറത്ത് കയറിയതാണ്. സുകുമാരന്റെ ഉദ്ദേശം എന്തായിരുന്നു? തന്നെ ശകാരിക്കുന്ന ഗുരുവിനെ കൊല്ലുക എന്നതായിരുന്നു സുകുമാരന്റെ ഉദ്ദേശം അല്ലേ. നെക്സ്റ്റ് അതിന് കാരണം എന്തായിരുന്നു ചോദിക്കുന്നില്ല. അപ്പൊ മിസ് പറഞ്ഞതുപോലെ പറയുന്നില്ല, ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു. അതിന് കാരണം എന്തായിരുന്നു ഏഞ്ചൽ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എല്ലാരും പോയോ? ഏബൽ ബിനോയി ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതിന് കാരണം എന്തായിരുന്നു? ഏതിന്? സുകുമാരൻ ഗുരുവിനെ കൊല്ലാൻ തീരുമാനിച്ചതിന് കാരണം എന്തായിരുന്നു? താൻ നല്ല കാര്യം ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും വഴക്ക് പറയുന്നത് കൊണ്ട്. എന്താ പറയണ്ടേ? എങ്ങനെയാ പറയണ്ടേ? താൻ എത്ര എളിമയോട് കൂടിയാണ് അയാൾ, അതായത് ഗുരുവിനോട് പെരുമാറുന്നത്. ഇത്രയും അച്ചടക്കവും അനുസരണയുള്ള കാണിക്കുന്ന ശിഷ്യന്മാർ വേറെ കാണില്ല. എന്നിട്ടും എന്നെ ശകാരിക്കുക തന്നെ ചെയ്യുന്നു അദ്ദേഹം അല്ലേ. അതുകൊണ്ടായിരുന്നു അദ്ദേഹം കൊല്ലണം എന്ന് വെച്ച അദ്ദേഹത്തെ അല്ലേ. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഗുരുപത്നി ഗുരുവിനോട് എന്താണ് ചോദിച്ചത്? എന്താണ് ചോദിച്ചത് ഗുരുപത്നി ഗുരുവിനോട്? എന്തായിരുന്നു ഹന്ന? ഷഹാന ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഏബൽ ബിനോയി, ഷഹാന, ഷിറിൻ, നെക്സ്റ്റ് എഡ്വിൻ, മുഹമ്മദ് കെ. അങ്ങ് എന്തിനാണ് നമ്മുടെ സുകുമാരനെ എപ്പോഴും ശാസിക്കുന്നത്? അവനെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. അവൻ ഇഷ്ടമല്ലായി അവന്റെ മുഖം ാണല്ലേ. അതാണ് പറഞ്ഞത്. മുഹമ്മദിന് എന്തേ ക്ലിയർ ഇല്ലേ? മുഹമ്മദ് ഓക്കെ. അപ്പോ എന്തിനാണ് നിങ്ങള് അവനെ ഇങ്ങനെ ശാസിക്കുന്നത്? തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്തിനാണ് അവനെ എന്താ ചോദിച്ചത്? തൊട്ടതിനൊക്കെ ഉപദേശിക്കുന്ന അവന് ഇഷ്ടമല്ല തോന്നുന്നു. ഇവിടെ അവന്റെ മുഖം എപ്പോഴും മ്ലാനമാണ് അല്ലേ. അങ്ങ് എന്തിനാണ് നമ്മുടെ സുകുമാരനെ എപ്പോഴും ശാസിക്കുന്നത്? അവനെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ. എന്താണ് എഡ്വിൻ പറഞ്ഞോ? ഒരു കോള് വന്നു, അതുകൊണ്ട് വീഡിയോ ഓഫ് ആയി. അപ്പൊ അതിന് അടുത്ത ക്വസ്റ്റ്യൻ ഗുരുവിന്റെ മറുപടി ചുരുക്കി എഴുതുക എന്നാണുള്ളത് അല്ലേ. എന്താണ് ഗുരുവിന്റെ മറുപടി? പറഞ്ഞു എഡ്വിൻ എന്താണ്? സുകുമാരൻ എന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യനാണ്. അവനിൽ പല വിശിഷ്ട ഗുണങ്ങൾ, വിശിഷ്ടം എന്ന് പറഞ്ഞാല് നല്ല നല്ല ഗുണങ്ങൾ അല്ലേ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പൊന്നു പോലെയാണ് അവന്റെ മനസ്സ്, എങ്കിലും ചെറിയ കുറവുകൾ അവനിൽ കാണുന്നുണ്ട്. അതുകൂടി നീക്കി അവനെ ഊതിക്കാച്ചിയ പൊന്നു പോലെ തിളക്കമുള്ളവനാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ വെറുതെ ശകാരിക്കേണ്ട. ഗുരുവിന്റെ മുഖം അത് വേണ്ട. ഓക്കെ. എന്തുകൊണ്ടാണ് സുകുമാരൻ കരഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ ആരാ? ലക്ഷ്മി പ്രിയ. എന്തുകൊണ്ടാണ് സുകുമാരൻ കരഞ്ഞത്? തന്നെ പ്രാണനെ തുല്യം സ്നേഹിക്കുന്ന ഗുരുവിനെയാണല്ലോ താൻ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഓർത്തപ്പോഴാണ് അല്ലേ സുകുമാരന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീറാണ് പൊട്ടിയത്. നെക്സ്റ്റ് ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിക്കുന്ന ശിഷ്യന് ഗുരു വിധിച്ച ശിക്ഷ എന്ത്? ഷഹാന
എന്താണ്? ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിച്ച ശിഷ്യന് ഗുരു വിധിച്ച ശിക്ഷ എന്തായിരുന്നു? ഷഹാന, ഷഹാന പ്ലീസ് അൺമ്യൂട്ട്. ഷഹാന. എന്താണ് അതിന്റെ ആൻസർ? നിങ്ങൾ ഇവിടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ? പാടെടുക്കും. ഇത്ര നല്ല എളുപ്പമുള്ളൊരു പാഠം കിട്ടിയിട്ട് നിങ്ങൾ എവിടെയാണ്? എന്താണ്? മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് കെ പറയണ്ട്. തന്നെ ചോദ്യം മനസ്സിലായിട്ടില്ലേ? ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിക്കുന്ന ശിഷ്യന് ഗുരു വിധിച്ച ശിക്ഷ എന്ത്? മുഹമ്മദ് ക്ലിയർ ഇല്ല അല്ലേ മുഹമ്മദ്? നെറ്റ് പ്രോബ്ലം. ഓക്കെ, ആവണി ഒന്ന് വീഡിയോ ഓൺ ആക്കിയേ. ആവണി അവൻ പറയുന്നുണ്ട് ക്ലിയർ ഇല്ല. ആവണി ഒന്ന് പറഞ്ഞേ അതിന്റെ ആൻസർ. മുഹമ്മദ് ക്ലിയർ ഇല്ല മോനെ. ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിക്കുന്ന ശിഷ്യന് ഗുരു വിധിച്ച ശിക്ഷ എന്ത്? എന്താണ്? കിട്ടുന്നില്ല? എന്താണ് വിധിച്ചിന്? നിങ്ങൾക്ക് അത് നോക്കാതെ തന്നെ പറയാൻ അറിയില്ലേ? നമ്മള് പറഞ്ഞതല്ലേ, ഇപ്പൊ പഠിച്ചതല്ലേ. സുകുമാരൻ എന്താണ് ശിഷ്യൻ എന്താ വേണ്ടത്? ഉമിത്തിയിൽ നീറി നീറി മരിക്കുകയാണ് വേണ്ടതെന്നാ പറഞ്ഞത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഉമിത്തിയിൽ നീറി നീറി മരിക്കുക. നെക്സ്റ്റ് തെറ്റ് ചെയ്ത് സുകുമാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഗുരു എന്ത് ചെയ്തു? എന്താ ചെയ്തേ? തെറ്റ് ചെയ്തത് സുകുമാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഗുരു എന്ത് ചെയ്തു? എന്താ ചെയ്തേ? എന്താ ചെയ്തത് ജോസി? സുകുമാരനോട് ചോദിച്ചു, സുകുമാരൻ നീ ഇറങ്ങ, നീയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ ഒരു സുകുമാരനാണപ്പോ പറഞ്ഞോ. ഗുരു എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. എന്താ ഇത്? തന്റെ ഉത്തമനായ ശിഷ്യനോട് ഉമിത്തിയിൽ നിന്ന് ഗുരുവിന്റെ ഹൃദയം വിരിയപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഉമിത്തിയിൽ നിന്ന് സുകുമാരനെ രക്ഷിക്കാൻ അദ്ദേഹം പല ഉപദേശങ്ങളും നൽകിയല്ലേ? സുകുമാരൻ അതിൽ നിന്ന് ഇതല്ലേ ഗുരു ചെയ്തത്. നെക്സ്റ്റ്, സുകുമാരൻ പാടിയ കാവ്യത്തിന്റെ പേരെന്താണ്? ഓർമ്മിക്കാൻ. സുകുമാരൻ പാടിയ ശ്രീകൃഷ്ണവിലാസം കാവ്യം. ഓക്കെ, അതാണ് നമ്മൾ ഓർമ്മിക്കാൻ നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ഇതിന്റെ ആൻസർ അപ്പം തരല്ലേ? ഇതിന്റെ ആൻസറാ ഞാൻ പറ്റുന്നത്ര പേര് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? ശ്രീകൃഷ്ണവിലാസം കാവ്യാണ് കേട്ടോ സുകുമാരൻ പാടിയ കാവ്യത്തിന്റെ പേര്. സുകുമാരന്റെ അന്ത്യം ചുരുക്കി എഴുതുക. നിങ്ങൾക്കറിയാലോ എന്താണ് സുകുമാരന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? സുകുമാരൻ നല്ലൊരു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവൻ ഗുരുനാഥൻ വഴക്ക് പറയുന്നൊക്കെ കേട്ട് അവന് ദേഷ്യമായി. ഗുരുനാഥനെ കൊല്ലാൻ വേണ്ടി അവൻ പാറക്കല്ലൊക്കെ എടുത്തു ചെന്നു. അത് കഴിഞ്ഞപ്പം ഗുരുനാഥനും ഗുരുപത്നിയും കൂടെ സംസാരിക്കുന്നത് കേട്ടു. അതിനുശേഷം സുകുമാരൻ ഗുരുനാഥനോട് ചോദിച്ചു, ശിഷ്യൻ ഗുരുനാഥനെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ഉമിത്തിയിൽ നീറി നീറി മരിക്കണമെന്ന്. അപ്പം സുകുമാരനാണ് ആ തെറ്റ് ചെയ്തത്. പിന്നെയാണ് ഗുരുനാഥൻ മനസ്സിലായി ഒരു വലിയ കുഴി കുഴിച്ചു അതിൽ ഇറങ്ങി നിന്നു. പിന്നെ കഴുത്തട്ട് വരെ ഉമിയിട്ട് മൂടി ആ ഉമിക്ക് തീപ്പെടുത്തി. എന്നിട്ടോ ഉമിത്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ശ്രീകൃഷ്ണവിലാസം കാവ്യം എഴുതി. കാവ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 12ാമത്തെ സർഗത്തിലെ 62ാമത്തെ ശ്ലോകം ആകുമ്പോഴേക്ക് അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ പാടുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ നാവ് വീണ്ടുപോയി അല്ലേ? ഓക്കെ, അതൊക്കെയാണ് എഴുതുന്നത്. അങ്ങനെ പ്രതിഭാചന ആ കവി ശബ്ദം എന്നേക്കുമായി അല്ലേ? എങ്കിലും കുടുംബത്തിന്റെ വലിയ പ്രതീകമായി ആര്യ
എന്താണ് മുഹമ്മദേ? മിസ് ഈ നമുക്ക് മറ്റേ ഇത് മനസ്സിലായിട്ടില്ല. ഏതാടാ? കുമാരൻ ഉമിത്തിയ. ഉമി അറിയോ? ഉമി അറിയോ? ഉമി അത് അതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പുകയോ തീ ഇങ്ങനെ വെറുതാവുകയും പെട്ടെന്ന് കത്തിപ്പോവൂല. അപ്പൊ കുറേശ്ശെ ആയിട്ട് അത്രയും നേറിയുള്ള മരണാണ്. നമുക്കൊന്ന് മൂടി നോക്കിയാൽ മുഹമ്മദേ, മൂടി നോക്കിയേക്കല്ലേ. എന്നിട്ട് ആ സുകുമാരൻ എന്നായെന്നൊക്കെ മനസ്സിലായിട്ടില്ല. സുകുമാരൻ മരിച്ചിനാ? പിന്നെ അദ്ദേഹത്തിന്റെ ആ കവി നാവ് കണ്ടുപോയി പറയപ്പെടുന്ന അങ്ങനെ പ്രതിഭാശാലിയായിരുന്ന സുകുമാര കവിയുടെ ശബ്ദം നിലച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചു. അല്ലേ മിസ്സേ? ശബ്ദം നിലക്കോടെ നമ്മൾ വർത്താനം പറയാണ്ടായാലും നമ്മൾ ചത്തു. മിസ്സേ, മലയാളത്തിന്റെ കോപ്പി ബുക്കിൽ എന്തെങ്കിലും എഴുതാൻ തരുമോ? കോപ്പി ബുക്കിൽ നിങ്ങൾ എന്താ എഴുതുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ ഇന്നത്തെ നിങ്ങൾ ഏതാ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉള്ളത്? അർത്ഥം, ക്വസ്റ്റ്യൻ ആൻസർ, പര്യായപദം, ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കും. അതായത് നമ്മളിപ്പോ രണ്ടാമത്തെ പാഠത്തിന്റെ എക്സാം കിട്ടും മക്കളെ. റിസൾട്ട് വന്നിട്ടില്ലല്ലോ. റിസൾട്ട് വന്നിട്ടാട്ടെ, ഞാൻ നോക്കിയില്ല. ഒരുപാട് പേരുടേത് വന്ന് പോയിട്ട് നോക്കിയിട്ടില്ല. ഓക്കെ. പിന്നെ അപ്പൊ നിങ്ങൾ അങ്ങനത്തെയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ചിഹ്നങ്ങളൊക്കെ എഴുതിയോ ഹന്ന? ഇനി നിങ്ങൾ ഇത് അങ്ങനത്തെ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങളെ കൈയക്ഷരം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും എഴുതിയിരുന്നേ. അതായത് കുറച്ച് വേർഡ്സുകൾ എഴുതുക. ഇപ്പൊ സ്വാതന്ത്ര്യം, കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളില്ലേ? ഭഗത് സിംഗ്, പിന്നെ സ്വാതന്ത്ര്യം, നെക്സ്റ്റ് എന്താ ബ്രിട്ടീഷുകാർ, അങ്ങനെയല്ല എഴുതി പഠിച്ചു നിങ്ങളെ കോപ്പിയില്. പിന്നെന്താ വിപ്ലവകാരികൾ. ഓക്കെ, ഞാനത് ഈ നോട്ട്സ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് വിടാം കേട്ടോ. ത്യാഗോജലം, അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളല്ലേ? ഓക്കെ, അങ്ങനത്തെ എഴുതിക്കോട്ടോ. പിന്നെ കുറച്ച് ഇപ്പം നിങ്ങള് എന്താണ് വേണമെങ്കിൽ ചക്ക വേലും കായ്ക്കും, അങ്ങനെ കുറെ പഴഞ്ചൊല്ലുകളുണ്ട് മലയാളത്തില്. അങ്ങനത്തെ കണ്ടുപിടിച്ച് എഴുതുന്നുണ്ട്. വിദ്യ തന്നെ മഹാധനം, ആരോഗ്യമാണ് ധനം, അങ്ങനെയൊക്കെ എഴുതാം. ഒക്കെ നമ്മള് പഴയ കാലത്തിൽ എഴുതുന്ന സംഭവം. നിങ്ങൾ കുറെ കാര്യങ്ങള് മലയാളത്തിലുള്ളത് പഠിക്കും. പിന്നെ കവികളുടെ പേര്, അങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ എഴുതി വന്നാൽ നല്ലതായിരുന്നു. ഞാൻ പറയാം കേട്ടോ അത്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിനെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നല്ല ഉരുട്ടി നല്ല 2 ലൈനിൽ ടച്ച് ചെയ്ത് എഴുതിയാല് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുകയും ചെയ്യാം, നിങ്ങളുടെ എഴുത്ത് നല്ലതാവുകയും ചെയ്യും. പിന്നെ ഇതെല്ലാം ഒരു കാട്ടിക്കൂട്ടലാക്കിയാൽ പിന്നെ കാര്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ നോക്കി താഴെ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയിൽ നമ്മുടെ പരീക്ഷ നന്നാവാൻ വേണ്ടിയാണെന്നിന്റെ ബോധത്തോടെ എഴുതണം. ഓക്കെ. അപ്പൊ ഇത് അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഏതൊക്കെ? ഇതിന്റെ അർത്ഥം, പര്യായപദം ചേർത്ത് എഴുതുക അല്ലെ? അതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പോസിറ്റ് വേർഡ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എനിക്ക് ഇന്ന് ക്വസ്റ്റ്യൻസ് കൂടി തന്നാൽ അത് ഓക്കെ അല്ലെ? പാഠം എത്രയായുള്ളൂ? 3 പാഠം ഇതുവരെ ആയുള്ളൂ. ഇപ്പൊ എക്സാം വരും ഓഗസ്റ്റ് 1 അല്ലേ? ഗൂഗിൾ ഫോമിലാ? ഗൂഗിൾ ഫോമിലായി. അതാണ് ആണെന്ന് തോന്നുന്നു. അതെ, പീരിയോഡിക് ടെസ്റ്റ്. അതെ. ഗൂഗിൾ ഫോമിലാണ് ഫസ്റ്റ് പീരിയോഡിക് എക്സാമിന്റെ വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണേ. ഇന്നത്തെ പാഠം, എന്നാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ. നമ്മുടെ സമയം കഴിയാറായേ. 1 മിനിറ്റ് ക്ലാസ് കട്ടാവേ. ഓക്കെ. ടെക്സ്റ്റ് വായിക്കണേ നല്ലതുപോലെ. അപ്പൊ നിങ്ങൾ കഥ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉത്തരം പറയാൻ പറ്റും കേട്ടോ. ഷിസ, വൈസ് നല്ലപോലെ ടെക്സ്റ്റ് വായിക്കേ. ഓക്കെ, ബൈ. Thank you. Thank you, miss. Bye. Thank you, miss.